എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് റബ്ബറിലേക്ക് ഒന്ന് വന്നതാണ്. റബ്ബർ ഞങ്ങളുടെ തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് വിറകുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും മോളും അമ്മയും കൂടി പോവുകയാണ്. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. ഇപ്പം ഈ പുറത്ത് അടുപ്പ് കത്തിക്കുക കാരണം വിറകിന് കുറച്ചധികം ചിലവുണ്ടല്ലോ. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന വിറകൊക്കെ ഏകദേശം തീർന്നു തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് പറക്കി കൂട്ടിയ നമുക്ക് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും മോളും കൂടിയിട്ടാണ് വിറകെടുക്കാൻ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അമ്മയും കൂടെ പോന്നു കേട്ടോ. അമ്മ പിന്നെ എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് എന്നേക്കാൾ മുമ്പ് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയാണ് ഇട്ടുണ്ടാവുക. എൻ്റെന്നല്ല, ഞങ്ങളെല്ലാ മക്കളുടെ കാര്യങ്ങൾക്കും അത് അങ്ങനെ തന്നെയാണല്ലോ. അമ്മമാരാണല്ലോ ആദ്യം എല്ലാറ്റിനും. വിറകെടുക്കാൻ പോകുമ്പോൾ പറയുന്നുണ്ട്, നോക്കണം നോക്കണം, പാമ്പുണ്ടാവും, അങ്ങോട്ട് പോവരുത് ഇങ്ങോട്ട് പോവരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങള് വർഷത്തില് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ വന്നിട്ട് ഇവിടെ വിറക് പുറത്തടുപ്പ് കത്തിക്കുന്ന സമയത്ത് കേട്ടോ. മഴയില്ലാത്ത ഈ വേനൽക്കാലത്ത് മാത്രമാണ് പുറത്തടുപ്പ് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ വിറകെടുക്കാൻ വന്നു. പിന്നെ ഈ വർഷമാണ് കേട്ടോ വരുന്നത്. അപ്പൊ അന്നേ തീരുമാനിച്ചതാണ് ഇനി പുറത്തടുപ്പ് കത്തിക്കണമില്ല, വിറക് ശേഖരിച്ച് വരണമില്ല എന്ന്. അപ്പൊ ഞങ്ങൾ അതൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് വീട്ടിൽ ഏട്ടനെ കാണാൻ ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആരും ഫോണ് കൊണ്ടുവന്നില്ല ഇങ്ങോട്ട് വരുമ്പോ. അപ്പൊ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അവിടെ എത്തിയപ്പോഴാണ് എല്ലാവരും വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞ്. അപ്പോൾ പിന്നെ ചായയൊക്കെ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അമ്മ ഇടിച്ചക്ക പൊട്ടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇടിച്ചക്ക തന്നെ ഇന്നിപ്പോൾ ഇടിച്ചക്ക തന്നെ പൊട്ടിക്കേണ്ട, അമ്മയ്ക്ക് അവിടെ പോയിട്ട് വേണം. ഇല ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ അട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഏട്ടനെയും കൊണ്ടുവന്ന് വൈകുന്നേരം ഡോക്ടറെ അടുത്തേക്കും പോകണം. അപ്പോൾ അതിനൊക്കെ കൂടി നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് ചായ കുടിച്ച ഉടനെ റബ്ബറിൻ്റെ വിറക് പറക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ചെന്നപ്പോഴാണ് പിന്നെ അപ്പൊ പിന്നെ ഇതിനെ ചായ എന്തൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചതിൻ്റെ ശേഷമാണ് പിന്നെ അട ഉണ്ടാക്കാനൊക്കെ നിന്നത് കേട്ടോ. അപ്പോൾ അതിനും അമ്മ എല്ലാറ്റിനും സപ്പോർട്ടാണ് കേട്ടോ. അമ്മ വേഗം എല്ലാറ്റിനും കൂടാനൊക്കെ. അപ്പൊ അമ്മനും കൂടണ്ടെന്ന് പറഞ്ഞു. അമ്മയും എവിടെങ്കിലും വീണാലൊക്കെ പണിയാവും, പിന്നെ വരരുത് എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഞാനും വരാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കേൾക്കാതെ പോരും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കേട്ടോ. അമ്മ ഒരു മിനിറ്റ് പോലും വെറുതെ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ. ഞങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുകയാണെങ്കിലും അമ്മ ഇങ്ങനെ അവിടെയും ഇവിടെയും വെയിലല്ലേ എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഓരോരോ പണികളാണ് അമ്മയ്ക്ക്. അപ്പൊ കുറച്ച് വിറകൊക്കെ കിട്ടി. അതൊക്കെ ആയിട്ട് പിന്നെ നാളെ ഈ ചുക്കെള്ളം ഒക്കെ വെക്കാമല്ലോ. ചോറ് പിന്നെ റൈസ് കുക്കർ ഉണ്ടാവുകൊണ്ട് അതിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ലേശം ചോറല്ലേ വേണ്ടു. അപ്പോൾ വെള്ളമാണ് അധികം വേണ്ടത്. അപ്പൊ ഞാൻ അമ്മയ്ക്ക് തേങ്ങയൊക്കെ പൊളിച്ചിട്ട് അടയൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ അവരൊക്കെ വന്ന് പോയിരുന്നു കേട്ടോ. അത് കുറച്ച് നേരം അങ്ങനെയും സമയം പോയി. പിന്നെ ശർക്കരയൊക്കെ ഉരുക്കണു, തേങ്ങയൊക്കെ ചിരകി വെച്ച് അതും അങ്ങോട്ട് ചെയ്യട്ടെ. അമ്മ ഇപ്പോൾ കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പം അമ്മ പോണതിൻ്റെ മുന്നേ അട ഉണ്ടാക്കണം എന്ന് എന്നും പറയായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തില്ല വെച്ചാൽ എനിക്കും മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. നമ്മൾ അമ്മമാരെന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ ഇത്രയും ദിവസം നിന്ന് പോയിട്ടും ഒരു അട ഉണ്ടാക്കി കൊടുക്കാനും കൂടി പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമല്ല. അപ്പൊ ഞാൻ അമ്മയ്ക്ക് എന്തായാലും അതൊന്ന് ചെയ്തു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇരുന്നിരുന്നു കേട്ടോ. പിന്നെ ആൾക്കാരൊക്കെ വന്നു പോയാലും എത്ര നേരം വൈകിയാലും എനിക്ക് പോവാൻ, ഡോക്ടറെ കാണാൻ ടോക്കൺ കിട്ടേണ്ട ഏകദേശം ആയി. അപ്പോഴും ഞാൻ എന്തായാലും ഇത് ചെയ്ത് വെച്ചിട്ട് വേഗം പോയിട്ടോ. ഇപ്പൊ മോളും സഹായത്തിന് വന്നു കേട്ടോ. അമ്മോട് ഇനി വരരുത് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുക്കളയിലേക്ക് അമ്മ പോയിട്ട് അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മോളെന്നാ വേഗം ഇനി ഓട്ടോ വരണതിന്റെ മുന്നേ തന്നെ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ച് പോവാലോ. അപ്പൊ അമ്മോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കി വെക്കാം, ഞങ്ങൾ പോയി വന്നിട്ട് ഞങ്ങളെ കഴിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അമ്മോട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ ഇടയിൽ തന്നെ ഏതായാലും ഒരു അട ഉണ്ടാക്കണം മധുരമുള്ളത്. അപ്പൊ മധുരം ഇല്ലാത്ത ഓട്ടട എന്ന് പറയില്ലേ, ഗോതമ്പ് കുഴച്ചിട്ട്. അപ്പൊ അമ്മയ്ക്ക് ഏട്ടനും ഗോതമ്പിന്റെ അട ഉണ്ടാക്കിട്ടോ. രാത്രിയിലേക്ക് അത് മതിയല്ലോ. പിന്നെ ഇനി വേറൊരു ചപ്പാത്തി പരത്താനൊന്നും നിൽക്കണ്ട. തേങ്ങ ചിരകിയതും ബാക്കിയുണ്ട്. അപ്പൊ ഒരു ഗോതമ്പ് കുഴക്കിയ മാത്രം വേണ്ടു. ഇല വാട്ടിയതും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങള്
അതും കൂടി ഞാൻ ഇഡ്ഡലി ചെമ്പിലേക്ക് അങ്ങോട്ട് വെച്ചു കേട്ടോ. പിന്നെ അമ്മയ്ക്കും ഏട്ടനും ഇതിൽ ഞാൻ മധുരമില്ലാത്ത, അവർ പറഞ്ഞിരുന്നു മധുരമില്ലാതെ വെറും തേങ്ങ ചിരകിയിട്ടിട്ട് മാത്രം ഒരു അരിയുടെ അട ഉണ്ടാക്കണം. അപ്പോൾ അതും ഉണ്ടാക്കി. പിന്നെ അമ്മ മധുരമുള്ള ഒരു അട എടുത്തു കേട്ടോ. കുറേ കാലമായി അടയൊക്കെ കഴിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട്, ഈ ഷുഗർ കാരണമാണ് അങ്ങനെ ഇതൊന്നും ഉണ്ടാക്കും കഴിക്കും ഒന്നും ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാം കൂടി ഒരു ജഗപുകയായിരുന്നു. എന്നാലും അതിൽ അമ്മയുടെ ഒരു ആഗ്രഹം, അമ്മ കഴിക്കോ കഴിക്കില്ലേ നോക്കിയിട്ടൊന്നുമല്ല, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അത് എൻ്റെ കടമ നിർവഹിച്ചു കേട്ടോ. അമ്മയ്ക്ക് അത് ചെയ്തേ കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചാണ്. അപ്പോൾ അമ്മ പോണതിൻ്റെ മുന്നേ എന്തായാലും അത് ഇനി അമ്മ എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഓടി വരും എന്നല്ലാതെ എപ്പോഴും അമ്മേനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ബുദ്ധിമുട്ടിക്കാനൊന്നും പറ്റൂല. പിന്നെ അമ്മയ്ക്ക് വരണമെങ്കിൽ വണ്ടിയൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അമ്മ കഴിച്ചിട്ടില്ല. അമ്മ ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോൾ ഫോൺ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫോണൊക്കെ വിളി കഴിഞ്ഞ് അമ്മ കഴിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ.